and welcome back to One Last Casa. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പാസ്ത. നമ്മൾ ഓൾറെഡി പാസ്ത ആൽഫ്രെഡോയുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്ത ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ മാക്രോണിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഇതാണ് കണ്ടിട്ട് വരാം. പാസ്തയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ ക്യാബേജ് 250 ഗ്രാം, സവോള 250 ഗ്രാം, കോളിഫ്ലവർ 150 ഗ്രാം, ക്യാരറ്റ് 150 ഗ്രാം. ഇതെല്ലാം ചെറുതായി അരിഞ്ഞതാണ്. ഒലീവ് ഓയിൽ, സോൾട്ടും പെപ്പറും ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഒറിഗാനോ 1 ടീസ്പൂൺ. മാക്രോണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്ത ഉണ്ടാക്കാനായിട്ട്. ഒരു 400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു പാക്കറ്റോളം വരുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മഷ്റൂം 400 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂംസ്, ക്യാപ്സിക്കം 300 ഗ്രാമോളം ഉണ്ട്. 3 കളറും എടുത്തിട്ടുണ്ട്. 100 ഗ്രാം വെച്ചാണ് ഓരോന്നും എടുത്തേക്കുന്നത്. ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ചില്ലി സോസും എടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും ചില്ലിയും കൂടെ ചേർന്ന ഒരു സോസാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഉപ്പും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാക്രോണി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാക്രോണി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാക്രോണി വെന്ത് വന്നിട്ടുണ്ട്. കണ്ട് നല്ലൊരു ഈ ഒരു 1/4 ഭാഗം വേഗമായാൽ മതി. നമ്മളൊന്ന് എടുത്ത് ഒന്ന് മുറിച്ച് നോക്കിയാൽ ഒരു ചെറിയ വര വീഴുന്ന പോലെ വന്നാൽ മതി. അല്ലെങ്കിൽ അത് ഒരുപാട് വെന്തലിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 1/4 വേവാകുമ്പോൾ തന്നെ നമ്മളത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതിനായി ഞാനൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ തവികളായിട്ട് ഇട്ട് കൊടുക്കാം. മാക്രോണിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചൂടോടെ ഇരിക്കുന്നത് കാരണം അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാസ്തയ്ക്ക് ആവശ്യമായ പച്ചക്കറികളാണ് ഇനി വേവിച്ചെടുക്കേണ്ടത്. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് നന്നായി ഉരുക്കി നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മൂത്ത് കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ല മൂത്ത് പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാബേജും കോളിഫ്ലവറും ക്യാരറ്റും ചേർത്തു. ഇനി ഇതിലേക്ക് മഷ്റൂമും ക്യാപ്സിക്കും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ചൊരു 10 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന ഉപ്പും കുരുമുളകും മുളക് പൊടിയുമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകൾ ഇട്ടതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഈ മസാലകൾ നന്നായിട്ട് പച്ചക്കറിയിലേക്ക് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവ് എത്തുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മാക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറിയും മാക്രോണിയും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ സാവധാനം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാക്രോണി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പാസ്ത ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ടൊമാറ്റോയും ചില്ലിയും കൂടെ ഉള്ള സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്രീമൊക്കെ നന്നായി ആ മസാല പോലെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ടേസ്റ്റിയും യമ്മിയുമായ പാസ്ത ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇന്ത്യൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണെങ്കിൽ അവർ അതിൻ്റെ കൂടെ ആ വെജിറ്റബിൾസും കഴിച്ചോളും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സും റെക്കമെൻഡേഷൻസും നിങ്ങളുടെ സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്സ് നമുക്ക് ഉറപ്പായിട്ട് അയച്ചു തരണം. നമ്മളത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു പാസ്ത റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുത്തേക്കാം. ഇന്നത്തെ ഈ പാസ്ത റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കൃത്യം 2 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.